നമസ്കാരം. നമ്മുടെ വീടുകളിലെ മുഖ്യ വിനോദ മാധ്യമമാണ് ടെലിവിഷൻ. സ്മാർട്ട് ഫോണുകളുടെ വരവോടെ ടെലിവിഷൻ ഉപയോഗത്തിന് അല്പമൊരു മങ്ങൽ വന്നിട്ടുണ്ടെങ്കിലും ടിവിക്ക് പകരമാകാൻ അവയ്ക്കായിട്ടില്ല. എന്നാൽ വരുന്ന 10 വർഷത്തിനുള്ളിൽ ടിവി ഔട്ട് ഓഫ് ഫാഷൻ ആകുമെന്നാണ് സാങ്കേതിക രംഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഇന്നത്തെ ടെലിവിഷൻ രൂപഭാവങ്ങൾ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന നൂതന സാങ്കേതിക സംവിധാനങ്ങൾ അതിനായി സജ്ജമായി കഴിഞ്ഞു. മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റുകളോട് കൂടിയ വെർച്വൽ സ്ക്രീനുകളാകും വരും ഭാവിയിൽ നമ്മുടെ വിനോദ വിജ്ഞാന മാധ്യമമായി മാറുക. ജർമ്മൻ ടെക്നോളജി പ്ലാറ്റ്ഫോമായ T3N ഡിജിറ്റൽ പൈനിയേഴ്സിലെ റിപ്പോർട്ടറായ കാസ്പർ വോൺ ആൽവോർഡനും ഇത്തരമൊരു പ്രവചനം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ടെലിവിഷനുകൾ ഒരിടത്ത് ഉറപ്പിച്ചു വെക്കാവുന്ന വലിയ സ്ക്രീനുകളോട് കൂടിയവയാണല്ലോ. എന്നാൽ വരുവാൻ പോകുന്ന ടെലിവിഷൻ യുഗം എന്നത് ഇന്നത്തെ പോലത്തെ സ്ക്രീനുകളോട് കൂടിയ ടിവികളുടേതായിരിക്കില്ല. പുതിയ സാങ്കേതിക വിദ്യ പ്രകാരം ടെലിവിഷൻ കാഴ്ച അനുഭവത്തിന് പ്രത്യക്ഷ കാണുന്ന ഒരു സ്ക്രീനിന്റെ പോലും ആവശ്യമില്ല. മറിച്ച് അവ സ്മാർട്ട് ഗ്ലാസുകൾ അല്ലെങ്കിൽ ഹെഡ് മൗണ്ടഡ് ഡിസ്പ്ലേകൾ വഴി നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ ദൃശ്യങ്ങൾ റെൻഡർ ചെയ്യും. 2024 ആരംഭത്തിൽ പുറത്തിറങ്ങിയ ആപ്പിൾ വിഷൻ പ്രോ പോലുള്ള സാങ്കേതിക ഉപകരണങ്ങൾ ഇതിനൊരു ഉദാഹരണമാണ്. ഒരു ഫിസിക്കൽ ഡിസ്പ്ലേയുടെ ആവശ്യമില്ലാതെ തന്നെ നാം എവിടെയായിരുന്നാലും ടെലിവിഷൻ പരിപാടികൾ കാണാൻ അതുപോലുള്ള ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കുന്ന ആളുകളെ അനുവദിക്കും. ചുരുക്കത്തിൽ തീർത്തും ഫ്ലെക്സിബിൾ ആയ വിനോദ അനുഭവമാകും ഇത്തരം വെർച്വൽ സ്ക്രീനുകൾ കാഴ്ചക്കാർക്ക് പ്രദാനം ചെയ്യുക. അതിനാൽ തന്നെ കൂട്ടമായി ഇരുന്ന് ടിവി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവനവൻ ഇഷ്ടമുള്ള ചാനലുകളോ പരിപാടികളോ ഒന്നും കാണാൻ പറ്റാത്ത വിഷമമൊക്കെ പുതു വെർച്വൽ സ്ക്രീനുകളാൽ പരിഹരിക്കപ്പെടും. ഈ വിധത്തിൽ ധാരാളം ആകർഷണീയ സവിശേഷതകൾ ഉണ്ടെങ്കിലും വെർച്വൽ സ്ക്രീനുകൾക്കും അതിൻ്റെതായ പോരായ്മകളുണ്ട്. അതിൽ ഒന്നാമത്തേത് മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റുകൾ ധരിക്കുന്നത് ശാരീരിക അസ്വസ്ഥതകൾക്ക് കാരണമാകുമെന്നതാണ്. അത്തരം സംവിധാനങ്ങൾ ദീർഘനേരം ഉപയോഗിക്കുന്നത് തലവേദനയും ക്ഷീണവും അടക്കമുള്ള ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മറ്റൊരു ന്യൂനത ഇത്തരം ഉപകരണങ്ങൾ വ്യക്തിഗതമാണെന്നതാണ്. ഇന്നത്തെ ടിവി കാണാനിരിക്കുന്ന വിശാലമായ ഒരു കാഴ്ചാനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായി നൂതന ടെലിവിഷൻ സംവിധാനം ഒരു ഏകാന്തമായ അനുഭവമാകും കാഴ്ചക്കാർക്ക് നൽകുക. അതിനാൽ തന്നെ കൂട്ടായുള്ള വിനോദാവസരം പുതിയ സംവിധാനം അസാധ്യമാക്കുന്നു. ഇത്തരത്തിലുള്ള ന്യൂനതകൾ കൂടി യഥോചിതം പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ പുതിയ സാങ്കേതിക വിദ്യാ സംവിധാനം യഥാർത്ഥത്തിൽ നിലവിലുള്ള നമ്മുടെ ദൃശ്യമാധ്യമ രംഗത്തെ മാറ്റിമറിക്കാനായി എത്തപ്പെടുകയുള്ളൂ. ടെലിവിഷനൊപ്പം കമ്പ്യൂട്ടിംഗ് മേഖലയിലും വെർച്വൽ സ്ക്രീനുകൾ പൊതുവിപ്ലവം സൃഷ്ടിക്കുമെന്നതിലും സംശയമില്ല. നിലവിൽ ഉയർത്തപ്പെടുന്ന ന്യൂനതകളെ മറികടക്കാനുള്ള പുതു സംവിധാനങ്ങൾ അവതരിപ്പിക്കാൻ ആപ്പിൾ, മെറ്റ പോലുള്ള കമ്പനികൾ അധികം വൈകില്ല എന്നാണ് ടെക് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.